ഇനി ആകാശം പൂർണ്ണമായും ഇന്ത്യയുടെ കാവലിലായിരിക്കും. ഡൽഹിയിൽ നിന്നൊരു സ്വിച്ച് അമർത്തിയാൽ ലാഹോർ മുതൽ കറാച്ചി വരെ, ഇസ്ലാമാബാദ് മുതൽ ബെയ്ജിംഗ് വരെ ശത്രുവിൻ്റെ ഒരു പക്ഷിക്കുഞ്ഞു പോലും ഇന്ത്യയുടെ അനുമതിയില്ലാതെ പറക്കില്ലെന്ന അവസ്ഥ വരാൻ പോവുകയാണ്. അതാണ് ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മാസ്ത്രം, പ്രൊജക്ട് കുശ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കയ്യിലെ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത സുദർശന ചക്രത്തിന്റെ പേരിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന സ്വദേശി S-400. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഓരോ ഭാരതീയനും അഭിമാനം കൊണ്ട് ഉള്ളു നിറയും. കാരണം ഇത്രയും കാലം നമ്മൾ നമ്മുടെ ആകാശം കാക്കാൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു. റഷ്യയുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ പേട്രിയറ്റിനെ നോക്കി കൊതിക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ അയൺ ഡോമിനെ കണ്ട് അസൂയപ്പെടുമായിരുന്നു. എന്നാൽ ഇനി ആ കാലം കഴിഞ്ഞു. ഇനി നമ്മുടെ ആകാശത്തിന്റെ അതിരുകൾ നമ്മൾ തന്നെ കാക്കും. നമ്മുടെ ശാസ്ത്രജ്ഞർ ഉണ്ടാക്കിയ ആയുധം കൊണ്ട് തന്നെ കാക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ? പാകിസ്ഥാൻ രാത്രിയുടെ മറവിൽ നമ്മുടെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയച്ചപ്പോൾ അവയെ ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കിയത് ആരായിരുന്നു? അത് റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ആയിരുന്നു. ആ ഇരുമ്പ് മതിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നിരവധി എയർബേസുകൾ രക്ഷപ്പെട്ടത്. നമ്മുടെ നൂറുകണക്കിന് ജവാന്മാരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടത്. പാകിസ്ഥാന്റെ F-16 പോലും ആ റഡാർ കണ്ടതും പേടിച്ച് തിരിച്ചോടിയത്. S-400ന്റെ ശക്തി എന്താണെന്ന് ലോകം മുഴുവൻ അന്ന് കണ്ടു. പക്ഷേ ആ ശക്തിക്ക് നമ്മൾ കൊടുത്ത വില എത്രയാണെന്നറിയാമോ? 5 സിസ്റ്റത്തിന് $543 കോടി. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 43,400 കോടി രൂപ. അത്രയ്ക്ക് ഭയാനകമായ വില. മാത്രമല്ല 2018 ഓർഡർ കൊടുത്തിട്ട് 2026 ആയിട്ടും നമുക്ക് 5 എണ്ണം പോലും കിട്ടിയിട്ടില്ല. 4 എണ്ണം മാത്രമേ ഇതുവരെ കിട്ടിയുള്ളൂ. 4ാമത്തേത് കിട്ടിയത് തന്നെ കഴിഞ്ഞ മാസം ജൂണിലാണ്. 5ാമത്തേത് എപ്പോൾ കിട്ടുമെന്ന് റഷ്യക്ക് പോലും അറിയില്ല. കാരണം അവർ യുക്രൈൻ യുദ്ധത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അവർക്ക് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടേ നമ്മുടെ കാര്യം നോക്കാൻ കഴിയൂ. ഇതാണ് വിദേശത്തെ ആശ്രയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം. ആവശ്യമുള്ള സമയത്ത് ആയുധം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? ഈ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO നിശബ്ദമായി ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അതാണ് പ്രൊജക്ട് കുശ. പ്രൊജക്ട് കുശ എന്ന് കേൾക്കുമ്പോൾ പലരും കരുതും ഇന്ത്യ പുതിയതായ എന്തോ ഒരു മിസൈൽ ഉണ്ടാക്കുന്നുവെന്ന്. പക്ഷേ ഇതിന്റെ ബുദ്ധി അതിലും വലുതാണ്. ഇത് തികച്ചും ഒരു പുതിയ ആയുധം ഉണ്ടാക്കലല്ല, ഉള്ള ആയുധത്തെ ഒരു സൂപ്പർ സയനാക്കി മാറ്റലാണ്. ഇന്ത്യയുടെ കയ്യിൽ നേരത്തെ തന്നെ ആകാശ് എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. 80 കിലോമീറ്റർ വരെ ശത്രുക്കളെ തകർക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം സംവിധാനം. അത് ലോകം തന്നെ അംഗീകരിച്ചതാണ്. അർമേനിയ പോലുള്ള രാജ്യങ്ങൾ അത് വാങ്ങിയിട്ടുമുണ്ട്. DRDO ചെയ്തത് ആ ആകാശിനെ തന്നെ ഒന്ന് പൊളിച്ചെഴുതി അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസി സീക്കർ, ഡുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ, അത്യാധുനിക AECA റഡാർ എന്നിവയെല്ലാം 10 ഇരട്ടി ശക്തിയിൽ അപ്ഗ്രേഡ് ചെയ്യുകയായിരുന്നു. പുതിയ മിസൈലുകൾക്ക് വേണ്ടി പുതിയ ഫാക്ടറി പണിയുന്നതിന് പകരം ഉള്ള സാങ്കേതിക വിദ്യയെ തന്നെ മെച്ചപ്പെടുത്തിയത് കൊണ്ടാണ് വില പകുതിയായി കുറയ്ക്കാൻ സാധിച്ചത്. റഷ്യയുടെ S-400ന് 43,400 കോടി വേണ്ടി വന്നപ്പോൾ ഇന്ത്യയുടെ സ്വന്തം 5 കുശ സിസ്റ്റത്തിന് വേണ്ടത് വെറും 21,700 കോടി രൂപ മാത്രം. അതായത് $226 കോടി. പകുതി വില, പക്ഷേ ഇരട്ടി ശക്തിയും. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിന്റെ വിജയം. ഇനി സുദർശന ചക്രത്തിന്റെ ശക്തി എന്താണെന്ന് നോക്കാം. ഇതിൽ 3 കൊലയാളി മിസൈലുകളാണുള്ളത്. M1, M2, M3. ഇവ 3ഉം കൂടി ചേർന്നാൽ ഇന്ത്യയുടെ ആകാശത്ത് ഒരു അഭേദ്യമായ 3 ലെയർ കവചം തീരും. ഒരു ശത്രുവിനും അത് ഭേദിക്കാൻ കഴിയില്ല. ഇതിൽ ആദ്യത്തെയാളായ M1 ഇതിനോടകം തന്നെ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം കൂടി നൽകിയത്. 150 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന ശത്രുവിൻ്റെ ഡ്രോൺ ആയാലും ക്രൂസ് മിസൈൽ ആയാലും ഫൈറ്റർ ജെറ്റ് ആയാലും M1 അതിനെ ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കും. 150 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ലാഹോറിന് മുകളിലൂടെ പറക്കുന്ന വിമാനത്തെ വീഴ്ത്താൻ കഴിയുമെന്നർത്ഥം. ഈ പരീക്ഷണം വിജയിച്ചതോടെ 2028 ഇന്ത്യക്ക് സ്വന്തം S-400 ഉണ്ടാകുമെന്ന് ഉറപ്പായി എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാമനാണ് M2. ഇത് 250 കിലോമീറ്റർ വരെയുള്ള ദൂരം കാക്കുന്നവനാണ്. ഇതിന്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഡിസംബറിനകം M2 വിജയകരമായി പരീക്ഷിക്കുമെന്നാണ് DRDOയുടെ വാക്ക്.
250 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ഏതൊരു ആധുനിക യുദ്ധവിമാനവും നമ്മുടെ അതിർത്തിക്ക് അടുത്തേക്ക് വരാൻ പോലും ഭയക്കും. അവർക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ റഡാറിൽ നമ്മുടെ ലോക്ക് കാണും. മൂന്നാമനാണ് യഥാർത്ഥ ഭീകരൻ, കുഷ M3. ഇവന് 400 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്, അതായത് റഷ്യൻ S-400ന്റെ അതേ റേഞ്ച്. പക്ഷേ ഇവൻ തകർക്കുന്നത് സാധാരണ ഫൈറ്റർ ജെറ്റുകളെ മാത്രമല്ല, ശത്രുവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ആസ്തികളായ അവാക്സ് വിമാനങ്ങളെയും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളെയും കൂടിയാണ്. ഒരു യുദ്ധത്തിൽ അവാക്സ് തകർന്നാൽ ശത്രുവിന്റെ വ്യോമസേന പൂർണ്ണമായും അന്ധമാകും. അവർക്ക് ഒന്നും കാണാൻ കഴിയില്ല. ആ കണ്ണ് തകർക്കാൻ കഴിയുന്നവനാണ് M3. ഈ ശക്തി 2027 റെഡിയാകുക. ഈ 3 മിസൈലുകളെയും അത്യാധുനിക റഡാറുകളുമായും കമാൻഡ് കൺട്രോൾ സിസ്റ്റവുമായും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതാണ് സുദർശന ചക്ര. 2028 അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകും. അന്ന് മുതൽ ഇന്ത്യ ആകാശ പ്രതിരോധത്തിന് ഒരു രാജ്യത്തെയും ആശ്രയിക്കേണ്ടി വരില്ല. ഒരു മിസൈലിന് 100 കോടി എന്ന റഷ്യൻ കൊള്ളയിൽ നിന്ന് 50 കോടി എന്ന സ്വദേശി നിരക്കിലേക്ക് നമ്മൾ മാറും. വേണമെങ്കിൽ 1000 മിസൈലുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കി വെക്കാം. ആരോടും ചോദിക്കേണ്ടതില്ല, ആരുടെയും ഉപരോധത്തെ പേടിക്കേണ്ടതുമില്ല. കാലത്തിനനുസരിച്ച് അതിൻ്റെ റേഞ്ച് കൂട്ടാനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനും നമുക്ക് തന്നെ കഴിയും. ഇതാണ് സ്വയാശ്രയത്വം. ലോകത്തെ എല്ലാ വൻ ശക്തികൾക്കും അവരുടേതായ ആകാശ കവചമുണ്ട്. അമേരിക്കയ്ക്ക് പേട്രിയറ്റ് താടുമുണ്ട്, റഷ്യയ്ക്ക് S-400ഉം S-500ഉം ഉണ്ട്, ഇസ്രായേലിന് അയൺ ഡോം ഉണ്ട്, ചൈനയ്ക്ക് HQ-9. ഇതുവരെ ഇന്ത്യക്ക് 80 കിലോമീറ്റർ മാത്രം കാക്കുന്ന ആകാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ റഷ്യയുടെ മുന്നിൽ ഒന്ന് പതറിയത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ S-400ന്റെ ശക്തി നമ്മൾ നേരിട്ട് കണ്ടു. ഇനി അതേ ശക്തി അതിലും കുറഞ്ഞ വിലയിൽ പൂർണ്ണമായും സ്വദേശിയായി നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞർ ഉണ്ടാക്കുമ്പോൾ അത് വെറും ഒരു ആയുധമല്ല, ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഇനി ആകാശം ആരുടെയും ഔദാര്യമല്ല, അത് ഇന്ത്യയുടെ സുദർശന ചക്രത്തിന്റെ കാവലിലാണ്. ശത്രുക്കളൊന്ന് ഓർക്കുക, ഇന്ത്യയുടെ കണ്ണുവെട്ടിച്ച് ഇനിയൊരു ഈച്ച പോലും ഈ പരിധി കടന്ന് അകത്തേക്ക് വരില്ല. അപ്പോൾ ഈ പ്രതിരോധ സംവിധാനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു സുപ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.